ഹലോ, നമസ്കാരം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് ചൂര മീൻ വാങ്ങിയിട്ടുണ്ടേ. അപ്പൊ അത് പെട്ടെന്ന് കറിയാക്കാൻ വേണ്ടിട്ട്. അല്ലാതെ ആടെ മീൻ എടുക്കാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലേ? നമ്മളവിടെ ഇരുന്ന് മീൻ എടുക്കാണ്ട് പോയിട്ടുണ്ട്. ഇനി മീൻ എടുത്ത് കൊണ്ട് കൊടുക്ക. ചൂരം പടയുടെ നേരം നേരം നമ്മുടെ ചൂര അല്ലേ? ചൂരം പട. കേതൽ എന്ന് പറയുന്നു ഒന്നല്ലേ? ശരിക്കറിയില്ല. ഇത് വലിയ വലിയ മീനാവുന്ന അല്ലേ? വലിപ്പം വെക്കുന്നതല്ല അല്ല? ചീഞ്ഞു മീനെ രാവിലത്തെ മീനായോണ്ട്. പൊളിച്ചു കളയേണ്ടത് അല്ലല്ല, പൊളിക്കട്ടെ എന്നല്ല. ഇത് അയിലേനെ പോലെ നൈസാന്നല്ലേ ഇതിന്റെ തൊലി? പാടണൊക്കെ ഉണ്ട് തോന്നല്ലേ? അത് വൃത്തി വച്ച് കളയണം അല്ലേ? അങ്ങനെ തല കട്ടാക്കിയിട്ടുണ്ട്. എളുപ്പ പണിയാന്നല്ലേ ഇങ്ങനത്തെ മീനാകുമ്പോ? വേറെ ഏട്ടയാറ്റം വാങ്ങിക്കൊണ്ടെന്നല്ല അത് തന്നെ ഓടിക്കട്ടെ. അത് ശരിയാണ് കേട്ടോ. സമയമില്ലാത്ത സമയത്ത് നമ്മ വാങ്ങിയല്ലേ പണിയാത് ആക്കല്. ഇതിങ്ങനത്തെ ആകുമ്പോ അയില് ഇതെല്ലാം എളുപ്പമാണല്ലേ? തേങ്ങ മുറിച്ചിട്ട് റെഡിയാക്കാനാവും. അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വലിയ സവാള, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പെരക്കി വെക്കാം. ആ സവാളയെല്ലാം വൃത്തി ഒന്ന് ഉടയട്ടെ. ഇനി നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിഴിഞ്ഞ് വെക്കണം. അപ്പൊ നമ്മുടെ മസാലക്ക് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധാ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയെ. മഞ്ഞൾപ്പൊടി നമ്മൾ മീൻ പെരക്കുമ്പോൾ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് നമ്മുടെ വാളംപുളി വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണായിപ്പോയ അതും കൂടെ നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ പാത്രം ബാക്കി വെള്ളം ഒഴിച്ച് വെച്ച് ഇതും കൂടി ഒന്ന് നല്ല വൃത്തി കുഴച്ച് കൊടുക്കാം. മീനിൻ്റെ നല്ല വൃത്തി പെരങ്ങട്ടെ മസാല. ഒരു 10 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് വെക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയെല്ലാം വെച്ച് റെഡിയാക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ അരപ്പിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ പുളിവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഉപ്പുണ്ട് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടേ. ഉപ്പ് ആദ്യം നമ്മൾ ഇട്ടതാണ് മീൻ പെരക്കുമ്പോൾ മസാല അല്ല. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ് ആദ്യം. നോക്കിയിട്ട് ഉപ്പിടാം. അടച്ചോളൂ. അപ്പൊ കുറച്ച് സമയമായി, എന്തായി നോക്കട്ടെ. നല്ല മണമുണ്ട്. കറി നല്ല കുറി വന്നിട്ടുണ്ട്. ആദ്യം ചാറാക്കിയിട്ട് ഇനി ഇളക്കണ്ട. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് പൊന്തിക്കറിയുന്നു. ചാറേ ഇല്ല അല്ലേ? മതി.
കറിവേശം. സമയമില്ല, ഡ്യൂട്ടി പോവാൻ റെഡി ആയി. കുറച്ച് സാമ്പാറുണ്ട്, ഇത് നല്ലോണം വെറ്റിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കറി ഉണ്ടായതുകൊണ്ട് ഒരു ദോഷമില്ല സാമ്പാറിന്. അതപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ, സമയമില്ല അതാണ്.